ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു കൂൺ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വലിയ ഉള്ളി ഒന്നെടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ. പിന്നെ വേറെ ഒരു 1.5 ഉള്ളിയും കൂടി എടുത്തിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഒത്തിരി ഉപ്പിട്ടിട്ട് വാട്ടി, എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു ഇതായതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളി ഇട്ടെടുത്ത് പിന്നെ നമ്മൾ അത് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തു. ഒരു 1/2 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാല റെഡിയാക്കിയിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു 1/2 നാരങ്ങയുടെ നീരും നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിരുന്നു കേട്ടോ, എരിവിന് വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച കൂണും വെച്ചിട്ടുണ്ട് കേട്ടോ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് മറ്റേ അടുപ്പത്ത് നമ്മൾ ഈ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം പട്ടയും ഗ്രാമ്പും ഇട്ടിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടോ. ഇങ്ങനെ വേവിച്ച് വാർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി അത് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം കേട്ടോ. അങ്ങനെ ആ മസാല റെഡി ആയതിൻ്റെ ശേഷം വേറൊരു പാത്രത്തിലാണ് നമ്മൾ ദം ഇടേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഒരു പാത്രത്തിൽ പരത്തിയിട്ട് പിന്നെ ചോറ് അങ്ങനെ ലെയർ ആക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഇതും അണ്ടി മുന്തിരി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇടഞ്ഞ് തിന്നത്. എന്നിട്ട് എല്ലാം കൂടി മുകളിലിട്ട് കൊടുത്തു. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഡാൽഡയിലാണ് കേട്ടോ ഉള്ളി വാട്ടിയതൊക്കെ. നമ്മുടെ കൂൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ സപ്പോർട്ട്